ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ അതാ ഇന്ന് നമ്മളെ പുരയിൽ ചെറിയ രീതിയിലൊരു നോമ്പ് തുറപ്പിക്കലുണ്ട്. അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. പിന്നെ എൻ്റെ ദീദിൻ്റെ ഇപ്പം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ദീദിൻ്റെ വകയായിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാകുന്നു. സൂപ്പ്ലേയും പിന്നെ ഫുഡിങ്ങും. അപ്പോൾ ഇന്ന് പണ്ടത്തിൻ്റെ ഫുഡിങ്ങും പിന്നെ മാംഗോൻ്റെ സൂഫ്ലയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ സൂഫ്ലയാണ് ഉണ്ടാക്കൽ. ഇന്ന് മാംഗോൻ്റെ സൂഫ്ലയൊക്കെ പോയിനോളൂ. അങ്ങനെ എന്താ സൂഫ്ലൻ്റെ ഇതെല്ലാം ഇതാക്കിയിട്ട് പിന്നെ ഇതാ പണ്ടത്തിൻ്റെ പുഡിങ് അതാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണിയിലെല്ലാം ഇതാക്കിയിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചെങ്കിലല്ലേ നോമ്പ് തുറക്കുന്ന സമയത്താവും അത്ര. വീഡിയോ എല്ലാം എടുക്കണമെന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ട് എല്ലാം കട്ട്. പിന്നെ ഇതാ ഞാൻ ഫലൂദ സർബത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞ് പിന്നെ ഇതാ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കട്ട്ലേറ്റിന് ചിക്കൻ പോക്കറ്റ് പിന്നെ ചെമ്മീൻ സമൂസ എല്ലാത്തിനും ഉള്ളിയിടുന്നുണ്ട്. അതെല്ലാം പെട്ടെന്ന് ഞാൻ കട്ടാക്കി വെച്ചിട്ട് പിന്നെ ചെമ്മീനും എല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം വെച്ച് അതിനൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ട. ഒന്നും വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല, തിരക്കാകുമ്പോഴേക്കില്ലേ ഒന്നും നടക്കുന്നില്ല. വീഡിയോ എടുക്കലും പണിയെടുക്കലും ഒന്നും സ്പീഡിൽ നടക്കുന്നില്ല. പിന്നെ ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ചെമ്മീൻ ഇടുന്നുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് വെച്ച ചെമ്മീൻ. പിന്നെ ചെമ്മീൻ മാറ്റി അതേ ചട്ടിക്ക് തന്നെ അതിൻ്റെ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ട് 3 ഉള്ളി മുറിച്ചിനേനും ആ ഉള്ളിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് മസാല ആക്കിയിട്ട് എടുത്ത്. പിന്നെ ശരിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചെല്ലുന്നില്ല, റെസിപ്പിയൊന്നും. ഞാൻ ജസ്റ്റ് ഒന്ന് ആരതോ കണ്ടിട്ട് ഞാൻ അതുപോലെ ആക്കുന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നതാവോ. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്നിട്ട് പിന്നെ അമ്മ മാറ്റി വെച്ച ചെമ്മീനില്ലേ അതിനെ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് അതും ഇട്ട് എന്നിട്ട് ആ മസാലനെ മാറ്റിയിട്ട് പിന്നെ ചിക്കൻ പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള മസാല അതേ ചട്ടിയിലാക്കുന്നതിനൊക്കെ ഉണ്ടാവും. ചട്ടീൻ്റെ കോലങ്ങനെ അതേ ചട്ടിയിൽ അതിനുള്ള മസാല ആക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ അതിനുള്ള ഉള്ളിയും ഇട്ടിട്ട് അതേ സംഭവം അതന്നെ അതേ മസാല എല്ലാം ഇട്ടിട്ട് ചെമ്മീൻ്റെ പകരം ചിക്കനെന്ന് മാത്രം അങ്ങനത്തെ മസാല എല്ലാം ആക്കിയിട്ട് പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട്. സമയമില്ല, കുറേ ഇൻഗ്രീഡിയൻസ് ആക്കാനുണ്ട്. അങ്ങനെതാ എല്ലാ മസാല എല്ലാം ആക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് പൊരിക്കലും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ ബാസ്ക്കറ്റ് ഷവർമാക്കാനുള്ള ബാസ്ക്കറ്റ് പൊരിക്കുന്നുള്ള അതിൻ്റെ മസാല എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സമൂസ ഇട്ടിട്ട് അതെല്ലാം ഇതാക്കി സമൂസ എല്ലാം മുമ്പിലേ റോളാക്കിയിട്ടെല്ലാം വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് തിരക്കിൽ. ഇത് ചിക്കൻ പോക്കറ്റ് അതാണിത്. അങ്ങനെതാ ഓരോന്ന് പൊരിച്ചുകൊണ്ട് നോമ്പ് തുറക്കാൻ എൻ്റെ ഹസ്ബൻഡും പിന്നെ ചാച്ചാൻ്റെ രണ്ട് ചാച്ചാൻ്റെ പിള്ളേരുണ്ട്. അങ്ങനെ ഞമ്മല്ലാറായിട്ട് ചെറിയ രീതിയിലുള്ളൊരു നോമ്പ് തുറപ്പിക്കൽ. അങ്ങനെ പിന്നെ നോമ്പ് തുറക്കുന്ന സമയം കൊണ്ട് വന്ന് എല്ലാം സെറ്റാക്കിയിട്ട് ടേബിളിൽ കൊണ്ട് വന്നിട്ട് വെച്ച്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.